ഇതിനെക്കുറിച്ച് ധാരണയില്ലെങ്കിൽ ആരും കമന്റ് ചെയ്യാൻ നിൽക്കരുത്. ആർത്തവം എന്നത് വെറും ശാരീരികമായിട്ടുള്ളൊരു പ്രക്രിയ മാത്രമല്ല, മാനസികമായിട്ടും ഒരുപാട് ഹോർമോണൽ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നുണ്ട്. ആയുർവേദം പറയുന്നു, ആദ്യത്തെ 3 ദിവസം കട്ടിയായിട്ടുള്ള വ്യായാമങ്ങൾ, ജിമ്മിൽ പോവുക, കഠിനമായ വെയിറ്റ് എടുക്കുന്ന മുതലായ വ്യായാമങ്ങൾ ഒഴിവാക്കണം. ഭക്ഷണം ലഘുവായിട്ടും ചൂടുള്ളതുമായിട്ട് കഴിക്കാൻ ശ്രമിക്കണം. ഒരുപാട് വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കണം. നെയ്യ് ചേർത്ത് കൂടുതൽ ആഹാരങ്ങൾ കഴിച്ചാൽ വളരെ നല്ലതായിരിക്കും. മെൻസ്ട്രൽ ഫ്ലോ എൻഹാൻസ് ചെയ്യും. ഈ സമയത്ത് ശരീരം വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ട് കുറച്ചൊക്കെ വിശ്രമം നല്ലതായിരിക്കും. പിന്നെ വിദ്യാർത്ഥികളാവട്ടെ, ജോലി ചെയ്യുന്ന സ്ത്രീകളായിക്കോട്ടെ, അവർക്ക് സൗകര്യക്കുറവ് കാരണം പാഡുകളും അതുപോലെ മെൻസ്ട്രൽ കപ്പും ദീർഘനേരം ഉപയോഗിക്കുന്നത് കൊണ്ട് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 6 മണിക്കൂറിന് ശേഷം മെൻസ്ട്രൽ കപ്പും പാഡും മാറ്റാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു മെൻസ്ട്രൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. പഴയ കാലത്തെ എല്ലാ ചര്യകളും നമുക്ക് ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിത സാഹചര്യത്തിൽ ചെയ്യാൻ സാധിക്കില്ലെങ്കിലും ശരീരത്തിന് അധികം ആയാസം കൊടുക്കാതെ കുറച്ചൊക്കെ വിശ്രമം കൊടുക്കുകയും പോഷകാഹാരം നന്നായി കഴിക്കുകയും ചെയ്യുകയാണെങ്കിൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ നന്നായി പ്രൊട്ടക്റ്റ് ചെയ്യാനും ഹോർമോണൽ സിസ്റ്റം ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും സഹായകരമായിരിക്കും.